കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് നടക്കുകയാണ് അപർണയ്ക്കും അമലിനും. ഈ സമയം അപർണയെ നോക്കി അപർണയ്ക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് അജയനെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ഒരു കേക്ക് കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമലിനെ അന്ന് വളരെയധികം പരിഹസിച്ച ഇവന്റെ കൈ കൊണ്ട്, അല്ലെങ്കിൽ ഇവന് കഴിച്ചതിന്റെ ബാക്കി പഴം താൻ കഴിക്കാനായിട്ട് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു അപർണയ്ക്ക്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നീ എന്താ അപർണ മോളെ എങ്ങനെ ഇരിക്കുന്നേ, മായി കഴിക്കാൻ പറയണം. പെട്ടെന്ന് അപർണ പറഞ്ഞു, അത് മുത്തശ്ശി എനിക്ക് പഴം ഇഷ്ടമില്ല അതാന്ന് പറയണം. ഈ സമയം പെട്ടെന്ന് തന്നെ ജാനകി പറഞ്ഞു, പഴം ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി കഴിക്കണ്ടെന്ന് പറയാം. കാരണം ജാനകിക്ക് അറിയാം അപർണ അതുകൊണ്ടൊന്നുമല്ല, അമല് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ. ഈ സമയം പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, പാല് കുടിച്ചിട്ട് ബാക്കി കൊടുക്കാൻ പറയാം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അപർണയ്ക്ക്. ഇനി പാലും കൂടെ ഇഷ്ടമില്ലെന്ന് താൻ പറയേണ്ടി വരുമോ, എന്ത് ചെയ്യണം എന്ന് ഈ സമയം പ്രഭാവതിക്കും ചില സംശയങ്ങളൊക്കെ തോന്നി. അമലിനെ ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും. അമലിനും അത് മനസ്സിലായി. മുമ്പ് ഇവള് തന്നോട് പെരുമാറിയതല്ലേ, അപ്പൊ പിന്നെ ഒട്ടും മോശമാകാൻ വഴിയില്ലല്ലോ. അമല് പെട്ടെന്ന് ഇത് പാല് കുടിച്ചിട്ട് അമല് പകുതിയും കൂടെ കൊടുക്കുകയാണ്. അപർണയ്ക്ക് വീണ്ടും എന്ത് ചെയ്യണം എന്നറിയാ അവസ്ഥ. അപർണ രണ്ടും കൽപ്പിച്ച് വാങ്ങി കുടിക്കാതിരിക്കാൻ പറ്റില്ല, ഇനി ഇതും കൂടെ ഒഴിവാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അതിനുശേഷം അപർണ ചോദിച്ചു, ഇനി ഇതുപോലെ വല്ല വേറെ ചടങ്ങുകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കാം. ഇനിയും ഉണ്ട് കുറച്ച് ചടങ്ങുകൾ, അരിയും പൂവൊക്കെ ഇടുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അപർണയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഓരോ കോപ്പിലെ ചടങ്ങുകൾ ഇതൊക്കെ കാണാൻ മനുഷ്യനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് താൻ വന്നത് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കൂടി ഇവിടെ സുഖിച്ചിരിക്കാനൊന്നുമല്ല. കാരണം ഈ അളകാപുരിനെ ചുട്ടിരിക്കാനായിട്ടാ താൻ ഇങ്ങോട്ട് വന്നേ. കണ്ടോ, അധികം വൈകാതെ തന്നെ സംഭവിക്കും. അങ്ങനെ അപർണ മനസ്സിൽ പറയാണ്. പിന്നീട് അപർണ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം അമലിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പം ജാനകി, ചെന്താടാ അമലെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം നിൽക്കി? ഒന്നുമില്ലാന്ന് പറയണ. എന്ത് പറ്റി? എന്താണെങ്കിലും ഏട്ടത്തിയോട് തുറന്നു പറ. ഏട്ടത്തി വെറുതെ എന്തിനാ അവളുടെ എന്റെ തലയെ പിടിച്ച് കെട്ടിവെച്ചേ? അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം അല്ലായിരുന്നു അത്. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ അവള് കാണിച്ചു കണ്ടില്ലേ, അവൾക്ക് ശരിക്കും പറഞ്ഞ പഴവും പാലും ഒന്നും ഇഷ്ടമില്ലാത്തോണ്ടൊന്നും അല്ല, അവൾക്ക് ഞാൻ കൊടുക്കുന്നോണ്ട് അത് കഴിക്കാൻ അവൾക്ക് ഇഷ്ടമില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതം എന്തായിത്തീരുന്ന ഏട്ടത്തി വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാല് എന്റെ ജീവിതം താറുമാറായി പോയെന്ന് പറയാം. കേട്ടൻ ജാനകി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മോനെ, അതൊക്കെ ശരിയാവും. കുറച്ച് കഴിയുമ്പോഴത്തേനും ജാനകിയല്ല അപർണ നിന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് പറയാം. പെട്ടെന്ന് അമ്മ പറഞ്ഞു, അതൊക്കെ വെറും ഏട്ടത്തി തോന്നല് മാത്രം. അവൾ ആ തമ്പിയുടെ മോളല്ലേ, അവൾ ആ സ്വഭാവം കാണിക്കുള്ളൂ. നീ അമ്മലെ, നീ ഇങ്ങനെയൊന്നും പറയില്ല. നിന്റെ ഭാര്യ അപർണ, ആ ഒരു ചിന്ത വേണമെന്ന് പറയാം. ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുമാത്രം സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഏട്ടത്തിക്ക് അറിയായിരുന്നോ? ഒരു നിമിഷം കൊണ്ടല്ല നിങ്ങളെല്ലാരും കൂടെ തകർത്തുടച്ചെന്ന് ചോദിക്കാം. ശരിക്കും അതിന് ഉത്തരവില്ല ജാനകിക്ക്. കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ അമലിന്റെ ജീവിതം തകർത്ത് കളഞ്ഞത്. ഒരു പക്ഷെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിനു വേണ്ടിയിട്ടാ. പക്ഷെ പാവം അമല് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകുമായിരുന്നു. അമലിന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെ ആയിരുന്നില്ല. ഈ സമയത്ത് ശരണ്യക്ക് നല്ല വിഷമമുണ്ട്. താനാണ് അജയനെ സപ്പോർട്ട് ചെയ്ത് അജയനെ പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിക്കവാറും ഈ വീട്ടിൽ തന്നെ ആദ്യം അടിച്ചിറക്കും. പിന്നീട് തനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല. ആ ഒരു ചിന്തയൊക്കെ ശരണ്യക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാലും അജയേട്ടനെ വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി അജയനെ വിളിക്കുകയാണ്. അജയ് കൂടെ എന്താ ശരണ്യെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇവിടെ നിന്നത്തെ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, എനിക്കിനി അങ്ങോട്ട് പെട്ടെന്നൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരണ്യ പറഞ്ഞു, വരാതിരിക്കുന്ന ഭേദം. ഇവിടെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അജയേട്ടൻ എവിടെ എന്താണെന്നും ആർക്കും ഇതിലായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. പക്ഷെ കല്യാണത്തിന്റെ തിരക്ക് കഴിയുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കും. ആ സമയത്ത് അറിയാൻ കഴിയും മിക്കവാറും. ഒരു കാര്യം ചെയ്യാം, അജയേട്ടൻ തൽക്കാലത്തേക്ക് അങ്ങോട്ടേലും മാറി നിൽക്കാൻ പറയാം. ഈ സമയം അജയ് പറഞ്ഞു, ഇനിയിപ്പം എനിക്ക് മാറി നിൽക്കാനൊന്നും കഴിയില്ല. ഞാൻ നിരഞ്ജനെ കഴുത്തി താലി ആർത്തി എന്ന് പറയാണ്. താലി ആർത്തി, ഇത് എന്തൊക്കെയാ അജയേട്ടാ പറയണേന്ന് ചോദിക്കണം. പിന്നീട് ഐസിയു നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിരഞ്ജനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇവിടെ ഉള്ളവർ സമ്മതിക്കുമെന്ന് ചോദിക്കാം. അജയ് പറഞ്ഞു, എനിക്കറിയാം സമ്മതിക്കില്ലെന്ന്. പക്ഷെങ്കിൽ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ നിരഞ്ജനയുടെ വീട്ടിൽ ചെന്ന് വീട്ടുകാരെല്ലാരും കൂടി പെണ്ണ് ചോദിക്കണമെന്ന്, എങ്കിൽ മാത്രം അവളെ എന്നൊപ്പം പറഞ്ഞു വിടുള്ളെന്ന്, കല്യാണം ആർഭാടമായിട്ട് ഒന്നുകൂടെ നടത്തണം എന്നൊക്കെ. ഇത് കേട്ട ശരണ്യ പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്കാനൊന്നും പോകണ്ട അജയേട്ടൻ, കാരണം ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇവിടെ എങ്ങാനും ഈ സമയത്ത് ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പമായിരിക്കും നടക്കാൻ പോണേന്ന് പറയാം. പിന്നീട് ശരണ്യ ഫോൺ വെക്കുവാണ്. ഈ സമയമെല്ലാം അപർണയുടെ മനസ്സ് നിറയും ജാനകിയുടെ മുഖമായിരുന്നു. ജാനകിയെ തന്നെ ചതിച്ചത്. കാരണം അജയനെ രക്ഷിച്ച് ഇവിടുന്ന് കൊണ്ടുപോയത് നിരഞ്ജനെ അജയനെയും കൂടെ ഒന്നാക്കി ഇവിടുന്ന് പറഞ്ഞു വിട്ട ജാനകിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ശരണ്യായിരുന്നു. പക്ഷേ എങ്കിൽ കൂട്ടുകാരി പറഞ്ഞനുസരിച്ച് ജാനകിയാന്ന് തോന്നിയ അപർണയ്ക്ക്.
അപ്പൊ അവളെ ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ഈ തമ്പിയുടെ മോൾ ആരാന്നുള്ള കാര്യം അവൾ അറിയാൻ പോകുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളോട് കൂടിയാണ് അപർണ മുറിയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ ഗിഫ്റ്റുകളെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അപർണ ചുമ്മാ ഒരെണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹാപ്പി മാരീഡ് ലൈഫ് അജയ് ആൻഡ് അപർണ എന്ന് കണ്ടു. കാരണം എല്ലാവരും അപർണയുടെ കല്യാണം കൂടാനാണ് വന്നത്. പക്ഷെങ്കിൽ അവിടെ നടന്ന കല്യാണോ അത് അമലിന്റെ അപർണയുടെ കല്യാണോ. അതുകൊണ്ട് ആ സ്റ്റിക്കർ പോലും ആരും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടതും ആകെപ്പാടെ സമനില തെറ്റുന്നതല്ലോ തോന്നി അപർണയ്ക്ക്. അപർണ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല. അപർണ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണം, ആ ഗിഫ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് തട്ടിയെടുത്ത് എറിയുവാണ്. എന്നിട്ടും കലി അങ്ങോട്ട് അടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നളിനി അങ്ങോട്ട് വരുന്നത്. നളിനി വന്ന് ഇടിച്ചു, മോൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെന്ന് നിൽക്കുക, എനിക്കൊന്നും വേണ്ടെന്ന് പറയണം. പെട്ടെന്ന് ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്, ഇവിടുത്തെ പ്രഭാവതി അമ്മേനേക്കാൾ സ്ഥാനം കൊടുക്കുന്നത് ആ ജാനകിക്കാണ്, അതെന്തുകൊണ്ടാന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടെന്ന് നളിനി പറഞ്ഞു, അതിപ്പോ എന്താന്ന് വെച്ചാലേ ഇവിടുത്തെ ആൺകുട്ടികളല്ല ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ സ്വന്തം പെറ്റമ്മേനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ജാനകിനെയാണ്. ജാനകി ഈ വീട്ടിലേക്ക് വന്നു കയറിയതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവളാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭാവതി ഇവിടുത്തെ മക്കളുടെ അമ്മയാണെന്നുള്ളൂ, പക്ഷേങ്കിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ജാനകിയാണ്. എന്തിനും ഏതിനും ജാനകി വേണം. എല്ലാവരുടെയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ജാനകിയാണ്. അതുകൊണ്ട് ജാനകി എന്ന് പറഞ്ഞ് ഇവർക്ക് എല്ലാവർക്കും ജീവനാ. അതുപോലെ അവളുടെ സ്വഭാവം എനിക്ക് പോലും ജാനകിനെ ഇഷ്ടപ്പെടാൻ കാരണം അതാന്ന് പറയാം. ഇത് കേട്ടോ ദേഷ്യത്തോടെ അപർണ നൃത്തം മതി, ജാനകി പുരാണം അങ്ങ് നിർത്താൻ പറയണം. നളിനി പറഞ്ഞ്, കുഞ്ഞാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് തകർക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ജാനകിന്ന് തന്നെ തുടങ്ങാൻ പോന്നേ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവളെ മാത്രമല്ല അഭിനയം. അങ്ങനെ ഈ വീട്ടിലൊരു ശുദ്ധികലശം നടത്തണം. അതാണ് എൻ്റെ ആദ്യത്തെ തീരുമാനം എന്ന് പറയാം. ഇത് കേട്ടൻ നളിനി ഒന്ന് ഞെട്ടി പറിച്ചു, എൻ്റെ ഭഗവാനെ ഇവിടെ എന്തിനുള്ള പുറപ്പാടാ. പെട്ടെന്ന് നളിനി പറഞ്ഞു, കുഞ്ഞ നീ വേണ്ടാത്തൊന്നും ചെയ്യണ്ടെന്ന്. വേണ്ടാത്ത ചെയ്യണോ വേണ്ടെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നേ. എനിക്കറിയാം നളിനി ചേച്ചി എന്ത് ചെയ്യണമെന്ന്, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ നളിനി അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. ഈ സമയം ജാനകിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു അമലിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട്. അമൽ എങ്ങനെയായി തീരും, അപർണയുടെ സ്വഭാവം കണ്ടിട്ട് ഒന്നും അങ്ങനെ ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. ഒരു പക്ഷെ എടുത്തടിച്ചൊരു തീരുമാനമായി പോയോ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് കയറി വരുന്നേ. അബി എന്നിട്ട് ചോദിച്ചു, എന്താ ജാനകി, എന്താ നീ ആലോചിക്കണമെന്ന് എനിക്ക് ഒന്നുമില്ലാന്ന് പറയണം. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ശരിയായില്ലയോ, കാരണം അമലിനെയും അപർണയും കൂടെ ഒന്നിപ്പിക്കണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്ത എനിക്കിപ്പം മനസ്സിലുണ്ടാവുമെന്ന് പറയാം. പെട്ടെന്ന് അബി ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിക്കും. അല്ല എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാണ്. കാരണം അപർണയുടെ സ്വഭാവം കാണുമ്പോൾ അമലുമായിട്ട് ഒത്തിരി ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പാവ അമല് പാവാ, പക്ഷേങ്കിൽ അവന്റെ ജീവിതം താറുമാറായിക്കുന്നേ. ഒരു കാരണവശാലും അപർണ അവനെ സ്നേഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം കാലക്രമേണ എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിലേ ഉള്ളൂ. ഇത് കേട്ടൻ ജാനകി പറഞ്ഞേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും അഭിയേട്ടാന്ന് പറയാം. മാറിയിട്ടുണ്ടെങ്കിൽ അമലിന്റെ ജീവിതം രക്ഷപ്പെടും. അല്ലെങ്കിൽ അവന്റെ ജീവിതം കുട്ടിച്ചോറായപ്പോൾ അതിന് കാരണക്കാരെ നമ്മളെ കാരണമായിരിക്കും അവന്റെ ജീവിതം തകർന്നു പോയത്. ഇത് കേട്ടതും ജാനി പറഞ്ഞു, അതെങ്ങനെ നമ്മളാവും, അജയ് അല്ലേ അവൻ കാരണമല്ലേ, അവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായെന്ന് ചോദിക്കും. അബി പറഞ്ഞു, ശരിയാ, സമയം വരട്ടെ, എപ്പോഴേലും അവനെ എന്റെ കൺമുന്നിൽ കിട്ടും. കാണിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചതിക്കാനാണെങ്കിൽ അവനോട് 100 വട്ടം നമ്മൾ ചോദിച്ചല്ലേ. പക്ഷേങ്കിൽ അവൻ എന്ത് ചെയ്തേ, എന്നിട്ട് അവന് സാർത്ഥ താല്പര്യം അവനാ നിരഞ്ജനോടൊപ്പം കാണുമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടതും ജാനകി പെട്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പം നിരഞ്ജനയുടെ കാര്യമൊന്നും പറഞ്ഞ് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ആക്കണ്ട, നമുക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനിയിപ്പോൾ അടുത്തൊരു പ്രശ്നം അതുമൂലം ഉണ്ടാവണ്ടെന്ന് പറയാണ്. ഈ സമയം നിരഞ്ജന അജയനെ നോക്കിയപ്പോൾ കണ്ടില്ല, അവിടെ അജയ് ഇല്ലായിരുന്നു. അപ്പൊ നിരഞ്ജനയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അപ്പോഴാണ് ഉണ്ണിത്താനും ഹേമയും കൂടെ അങ്ങോട്ട് കയറി ചെന്നെ, എന്താ മോളെ നിന്റെ മോഹം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. പെട്ടെന്ന് ചോദിച്ചു, അല്ല അജയ് എന്തേന്ന് ചോദിക്കുവാണ്. അത് കേട്ട് ഉണ്ണിത്താൻ പറഞ്ഞു, അല്ല അവനെ എന്തിനാ നീ അന്വേഷിക്കണമെന്ന് ചോദിക്കുക. അന്വേഷിക്കുന്ന എന്തിനാന്നോ, എന്റെ കഴുത്തെ കിടക്കുന്ന താലി, ഈ താലി കിട്ടിയത് ആരാ, അജയ് അല്ലേ, എന്റെ ഭർത്താവ് വന്നിട്ടുണ്ട്. ഭർത്താവ് പോലും ഐസിൽ കയറി ബലമായിട്ട് താലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് എന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ അച്ഛൻ മനഃപൂർവ്വം അല്ലേന്ന് ചോദിക്കും. ഉണ്ണിത്താൻ പറഞ്ഞതേ, നിനക്ക് നിന്റെ മനസ്സിൽ എന്തെങ്കിലും മോഹങ്ങളുണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയാം. പെട്ടെന്ന് ഹേമ പറഞ്ഞു, രാജേട്ട ഒന്നും മിണ്ടാതിരിക്കുക. ഇത് കേട്ടതും ഉണ്ണിത്താൻ പറഞ്ഞു, അങ്ങനെ മിണ്ടാതിരിക്കുന്ന എന്തിനാ, ഇവളുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ ഇത്ര നാളോ നടന്നേ, എന്നിട്ടിപ്പോ ഇപ്പോഴെന്താ സംഭവിച്ചേ, അവളുടെ തോന്നിയാസം. ഇത് കേട്ടതും നിരഞ്ജന, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ നിങ്ങൾ അവനെ എങ്ങോട്ടാ മാറ്റിയത് എനിക്കറിയാം. അച്ഛൻ എന്തേലും പറഞ്ഞ് അവനെ വേദനിപ്പിച്ച് കാണും അജയനെ, അതുകൊണ്ടായിരിക്കും അവൻ്റെ അടുത്ത് പോയത്. ഒരു കാരണവശാലും അവനൊന്നും സംഭവിക്കരുത്. ഒരു പോറലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിരഞ്ജന ആരാന്ന് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ.
ഞാൻ പിന്നെ നിങ്ങളെ അച്ഛനാന്ന് പോലും കരുതില്ലെന്ന് പറയണം. ഇത് കേട്ടത് ഹേമയും ഉണ്ണിത്താനും ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. കാരണം നിരഞ്ജന ഇങ്ങനെ പറയുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. അജയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും കളയാൻ തയ്യാറായ പെൺകുട്ടിയാണ് അവള്. അപ്പൊ പിന്നെ ഉണ്ണിത്താനോട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. താലി കെട്ടിയിട്ട് പോലും ഉണ്ണിത്താൻ അങ്ങോട്ട് അജയനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഒരു അംഗപ്പുറപ്പാട് തന്നെയാണ് അളകാപുരി നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.